ഗുഡ് മോർണിംഗ്. ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ, നേടാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? എങ്കിൽ താങ്കളോട് ഞാനൊരു കഥ പറയാം. ഒരു വ്യക്തിയുടെ കഥ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അദ്ദേഹം നല്ലൊരു വാഗ്മിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ പ്രസംഗ ചാതുര്യത്തിലൂടെ അനേകരുടെ ഹൃദയങ്ങളെ കീഴടക്കാൻ കഴിഞ്ഞു. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർത്തിരുന്നു. എന്നാൽ ഒരിക്കൽ അദ്ദേഹം ഒരു യാത്ര പുറപ്പെട്ടു. കൈസരി എന്ന് പറയപ്പെടുന്ന തുറമുഖ പട്ടണത്തിൽ നിന്ന് ഇന്നത്തെ ഇറ്റലി എന്ന് പറയപ്പെടുന്ന ഇറ്റാലിയയിലേക്ക് അദ്ദേഹം യാത്രയായി. യാത്ര തിരിച്ചത് ഒരു സാധാരണ പടകിലായിരുന്നില്ല. അന്നത്തെ ഏറ്റവും ശക്തമായ പ്രസിദ്ധി ആർജിച്ച പട്ടണമായ അലക്സാണ്ട്രിയയിലെ വലിയൊരു കപ്പലിലാണ് അദ്ദേഹം യാത്ര തിരിച്ചത്. ആ കപ്പൽ ഒരു കാർഗോ കപ്പലായിരുന്നു, കാർഗോ ഷിപ്പായിരുന്നു. അതിൽ 100 കണക്കിന് ആൾക്കാരെ ഉൾക്കൊള്ളുവാനുള്ള വലിപ്പം അതിനുണ്ട്. ശക്തമായ കപ്പൽ, ദീർഘദൂര യാത്രകൾക്കൊക്കെ ഉപയോഗിക്കുന്ന കപ്പൽ. മധ്യധരണിക്കടലിൻ്റെ ആഴപ്പരപ്പുകളിലൂടെ ആ കപ്പൽ യാത്ര തിരിച്ചു. ആ കപ്പലിൽ ഈ മഹാനുഭാവനും ഇദ്ദേഹത്തോടൊപ്പം വേറെ അനേക പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. യാത്ര തിരിക്കുമ്പോൾ കടൽ അനുകൂലമാണ്, കാലാവസ്ഥ അനുകൂലമാണ്, കാറ്റ് മന്ദമായി വീശുന്നുണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ യാത്ര തുടരുകയാണ്. എന്നാൽ കുറേ ദൂരം പിന്നിട്ടപ്പോൾ, കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി. കാറ്റ് ആഞ്ഞടിക്കുവാൻ തുടങ്ങി, കൊടുങ്കാറ്റ് വീശുവാൻ തുടങ്ങി, തിരമാലകൾ ഉയരുവാൻ തുടങ്ങി, കപ്പൽ ഉലയുവാൻ തുടങ്ങി. ആ കപ്പൽ വളരെ പ്രസിദ്ധി ആർജിച്ച കപ്പലാണ്. ടിൻ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ദേവന്മാർ പേരുകൾ കൊത്തപ്പെട്ട അല്ലെങ്കിൽ രൂപങ്ങൾ കൊത്തപ്പെട്ട കപ്പലാണത്. എന്ന് പറഞ്ഞാൽ കടലിൽ യാത്ര ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ദേവന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട കപ്പൽ. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായി, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു, തിരമാലകൾ ഉയർന്നു, ആ കപ്പൽ ഉലയുവാൻ തുടങ്ങി. അതിനുള്ളിലുണ്ടായിരുന്ന എല്ലാവരും പ്രാണഭയത്തോടെ നിലവിളിക്കുവാൻ തുടങ്ങി. ഭക്ഷണമില്ലാതെ 14 ദിവസങ്ങൾ കഴിഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞ ഈ മഹൽ വ്യക്തി, അദ്ദേഹം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പ്രതികൂലത്തിൻ്റെ നടുവിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളാരും ഭയപ്പെടരുത്, നിങ്ങളാരും അധൈര്യപ്പെടരുത്. ഈ കാറ്റ് പ്രതികൂലമാകാം, ഈ കപ്പൽ തകരാം, ഇതിലുള്ള സാധനങ്ങളൊക്കെയും നശിക്കാം. എന്നാൽ നമ്മളിൽ ആരുടെയും പ്രാണന് ക്ഷയം സംഭവിക്കുകയില്ല. അത് വെറും വാക്കല്ല. എന്നോട് ഇന്നലെ രാത്രിയിലും ഞാൻ സേവിച്ച ദൈവം എന്നോട് സംസാരിച്ചു. നോക്കിക്കേ, അത്ര പ്രതികൂലത്തിൻ്റെ നടുവിൽ, കഠിനമായ ആ കഷ്ടതകളുടെ നടുവിൽ, പ്രാണഭയത്തിൻ്റെ നടുവിൽ, പ്രതീക്ഷയില്ലാത്ത സമയത്ത്, നിരാശയുടെ സമയത്ത് ഒരു വ്യക്തി ധൈര്യത്തോടെ പറയുന്നു: എൻ്റെ ദൈവം എന്നോട് ഇന്നലെ രാത്രിയിലും സംസാരിച്ചു. അങ്ങനെ ഒരു ദൈവമുണ്ട്. കഷ്ടതകളുടെ നടുവിൽ ഒറ്റയ്ക്കാണ് തോന്നുമ്പോൾ, പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒറ്റയ്ക്കാണ് തോന്നുമ്പോൾ കൈവിടാതെ അടുത്തു വന്ന് സാന്ത്വന വാക്കു പറയുന്ന ഒരു ദൈവം. ആ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. കപ്പൽ തകർന്നു. എല്ലാവരും പ്രാണഭയത്തോടെ, ചിലർ കടലിലേക്ക് ചാടി നീന്തി ഒരു ദൂരെ കണ്ട ഒരു തീരത്തേക്ക് യാത്ര തിരിച്ചു. ചിലർ ആ കപ്പലിൻ്റെ പല കഷ്ണങ്ങളിൽ പിടിച്ച് തുഴഞ്ഞ് അക്കരയ്ക്ക് യാത്രയായി. ഒരുപക്ഷെ കണ്ടു നിൽക്കുന്നവർ, ദൂരെ കണ്ടവർ, അല്ലെങ്കിൽ ഈ വാർത്ത കേട്ടവർ പറഞ്ഞേക്കാം:
നിങ്ങൾ യാത്ര തിരിച്ച് ശക്തമായ കപ്പലിലായിരുന്നു, വലിയ പടകിലായിരുന്നു, വലിയ കപ്പലിലായിരുന്നു, ആഡംബരത്തോടെയാണ് യാത്ര തിരിച്ചത്. ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ നിങ്ങൾ ഒരാശ്രയത്തിന് വേണ്ടി ആ പല കഷ്ണത്തിൽ പിടിച്ച് അങ്ങോട്ട് മറുതീരത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ ആത്മാവിൽ ഞാനൊരു കാര്യം സത്യം വിളിച്ചു പറയട്ടെ. ഇപ്പോൾ നിങ്ങൾ പിടിച്ചു കിടക്കുന്ന പല കഷ്ണമുണ്ടല്ലോ, അത് നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന അതെ യാനമാണ്, അല്ലെങ്കിൽ പടകാണ്. നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ പടകാണ് ഇപ്പോൾ നിങ്ങൾ പിടിച്ചിരിക്കുന്ന ഈ പല കഷ്ണം. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒരു പല കഷ്ണത്തിൽ നിങ്ങൾ പിടിച്ചിട്ടില്ലേ? ഒരിടത്ത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നില്ലേ? അത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന, നിങ്ങളുടെ വാഗ്ദത്തത്തിലെത്തിക്കുന്ന, നിങ്ങളുടെ ആ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു പടകാണ്. ഇപ്പോൾ അടിക്കുന്ന കാറ്റ്, ഇപ്പോൾ ഒഴുകുന്ന തിരമാലകൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ആ ലക്ഷ്യസ്ഥാനത്താണ്, ആ തുറമുഖത്താണ്, ആ തീരത്താണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് നേരിടുന്ന കാറ്റുകൾ, ഇന്ന് നിങ്ങൾക്ക് നേരിടുന്ന പ്രതികൂലങ്ങൾ കണ്ട്, അല്ലെങ്കിൽ ഓളങ്ങൾ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇന്നലെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ വ്യാകുലചിത്തരാകണ്ട. നിങ്ങളിപ്പോൾ പിടിച്ചു കിടക്കുന്ന ആ വിശ്വാസത്തിൻ്റെ, വാഗ്ദത്തത്തിൻ്റെ പല കഷ്ണമുണ്ടല്ലോ, അതിൽ നിങ്ങൾ ഉറച്ചു പിടിച്ചോ, മുറുകെ പിടിച്ചോ. ഇപ്പോൾ ഒഴുകുന്ന തിര, ഇപ്പോൾ അടിക്കുന്ന കാറ്റ് നിങ്ങളെ മറുകരയിലെത്തിക്കും, ഒരു ലക്ഷ്യസ്ഥാനത്തെത്തിക്കും, ഒരു തുറമുഖത്തെത്തിക്കും. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്, നിങ്ങളോട് കൂടെയുള്ള ദൈവം ശക്തനാണ്. ആ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. ഗോഡ് ബ്ലസ് യു. സൈൻ ഓഫ്, ബെന്നി പി ജോൺ.